പ്രധാനമന്ത്രി മോദിജി നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് റിസൈൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. അവിടെ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്? സ്വാഭാവികമാണ്, എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കായിരിക്കും. എക്സെപ്റ്റ് പീപ്പിൾ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ബാക്കി എല്ലാവരും ഡൽഹിയിൽ എന്ത് നടക്കുന്നു നോക്കുക. അവിടെ പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ യൂഷ്വൽ പ്രൊസീജിയറാണ്. സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ ഒരു റെസിഗ്നേഷൻ പേരിന് കൊടുത്തിട്ട് ദെൻ പ്രസിഡന്റ് ആസ്കിങ് ടു ടേക്ക് ഓത്ത്. അപ്പോൾ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച സംതിങ് കൺവീനിയൻറ്റ് ഡേറ്റ് ഇവരുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അലൈസുമൊക്കെ ആയിട്ട് ആലോചിച്ച്, അല്ലെങ്കിൽ ജ്യോത്സ്യം നോക്കുന്നവരാണെങ്കിൽ അതൊക്കെ നോക്കി സമയം തീരുമാനിച്ചിട്ട് സത്യപ്രതിജ്ഞ ആൻഡ് കഴിഞ്ഞു. ദെൻ ലൈഫ് ഈസ് ബാക്ക് ടു നോർമൽ. അതാണ് ഇപ്പോൾ സംഭവിക്കാനുള്ളത്. പക്ഷേ ഇതിൽ ഈ ഞാൻ കണ്ടത് ബി ജെ പിയിലെ, പ്രത്യേകിച്ചും കേരളത്തിലാണ് ഞാനത് കാണുന്നത്. ഞാൻ ഈ ഒരു എന്തൊക്കെ പറഞ്ഞാൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായില്ല. എൻ ഡി എക്ക്, ബി ജെ പിക്ക് സ്വയം ഭൂരിപക്ഷം കിട്ടിയില്ല. സോ ഞാൻ എൻ്റെ മഹാരാഷ്ട്ര, യു പി, ഡൽഹി 3 സ്ഥലത്തെയും എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. വ്യാപകമായിട്ട് വിളിക്കാനൊന്നും പോയില്ല. അപ്പോൾ യു പിയിൽ ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, ഇത്രയും സീറ്റുകൾ കുറയാൻ എന്താ കാര്യം? ഞാൻ ചോദിച്ച 4-5 പേരും എന്നോട് പറഞ്ഞത് കോംപ്ലസൻസിയാണ്. നമ്മൾ ജയിക്കും. ആയേഗാത്തോ മോദിഹി, ട്വിറ്ററിലൊക്കെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ആയേഗാത്തോ മോദിഹി. ഇത് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മോദി വന്നോളൂന്നേ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് എഫർട്ടൊന്നും എടുക്കണ്ട, വന്നോളൂ, വോട്ട് ചെയ്താലല്ലേ വരുള്ളൂ. അത്രയൊരു എഫർട്ട് എടുക്കണ്ടേ, വേണ്ടുന്ന പുള്ളി വന്നോളൂ. ഈ രീതിയിൽ പല സ്ഥലത്ത് ആയി. സമാജ്വാദി പാർട്ടിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് അവർ വണ്ടിയൊക്കെ ഇട്ട് അവരുടെയും കോൺഗ്രസ്സുകാരുടെയൊക്കെ വോട്ടർമാരെ ഉന്തി തള്ളിക്കയറ്റി, നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങളൊന്ന് സൈക്കിൾ വോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കരയും കാലൊക്കെ പിടിച്ച് ചെയ്തു. നമ്മളെപ്പോഴും അവരെന്ത് ചെയ്താലും എന്താ വരാൻ പോകുന്നത് മോദിയാണ്. ചേട്ടാ ഒരു വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നു, ഓ നീ വെറുതെ പടയ്ക്കാതെ, ആയകാത്തും മോദി. ചില സ്ഥലത്ത് ഇത് നമുക്ക് കോസ്റ്റ്ലി ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല യോഗി ആദിത്യനാഥ് പാരവെച്ചു എന്ന് കേരളത്തിൽ ഒരു പ്രചരണമുണ്ട്. അവർ പറഞ്ഞു തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാണ്. സ്ഥാനാർത്ഥി ആലോചന നിർണയം ഒക്കെ നടക്കുമ്പോഴുണ്ടല്ല, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. മോദി പറയും നമുക്ക് ഇവനെ നിർത്താം, യോഗി പറയും അവനൊരു തല്ലിപ്പൊളിയാണ് കേട്ടോ, അമിത്ഷാ പറയും അവൻ തല്ലിപ്പൊളിയാണെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്, നമുക്കൊരു റിസ്ക് വേണ്ട. അപ്പോൾ മോദി പറഞ്ഞു ശരി, നിങ്ങൾ 2 പേരും എനിക്ക് അവനെ ഇഷ്ടമാണ് കേട്ടോ. അല്ല ചേട്ടനും ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, നമുക്ക് ഗ്രൗണ്ടിൽ വലിയ കാര്യം നടക്കണേ. അപ്പോൾ വാസ്തവത്തിൽ ദാറ്റ് ഡിസിഷൻ ഗോസ് എഗൻസ്റ്റ് മോദി. മോദി അവിടെ വിട്ടു. ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കും. ഇതിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും ചായക്കടയിലൊക്കെ ലീക്കാവുമല്ലോ ഇത്തരം വർത്തമാനം. നത്തിങ് ക്യാൻ ബി കെപ്റ്റ് എ സീക്രട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് വിത്തിൻ മോർ ദാൻ 3 പീപ്പിൾ. യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ് ലക്ഷ്മി നോക്കിയോ. ഒരു രഹസ്യം 3 പേരിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോൾ പരസ്യമായെന്ന് ചോദിച്ചാൽ മതി. മാക്സിമം 3 ആണ് നിങ്ങൾക്ക് ഒരു രഹസ്യം വെച്ച് സൂക്ഷിക്കാൻ പറ്റുക. 2 പേരിലായാലും ഏറ്റവും നല്ലത്, ഒരാളുകൂടെ കഷ്ടിച്ചാടി. അപ്പോൾ പ്രാക്ടിക്കലി ഈ അകത്ത് നടക്കുന്ന ഡിസ്കഷൻസ് ഒരല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് പുറത്തേക്ക് വരും. അതിലൊരു തർക്കമുണ്ടായി എന്നൊരാൾ പറയും, തർക്കത്തിന് അടുത്ത ആൾ പ്രശ്നമെന്ന് പറയും, പ്രശ്നമുണ്ടായി. അടുത്ത ആൾ പറയും അത് ഭയങ്കര പ്രശ്നം, അവിടെ വലിയ കലാപം നടന്നു കേട്ടില്ല ഒന്നും. ഇങ്ങനെയുള്ള ഈ വർത്തമാനത്തിലൊന്നും പോയിപ്പെടുക, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു RSSൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് നദ്ദ പ്രസംഗിച്ചത്. അയാൾ പറഞ്ഞു ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ല. നദ്ദ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണത്. എത്ര പേരാണ് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നത്? യു ഗോ ടു ഹൂ ഈസ് റീഡിങ് ഇൻ, എന്ത് സംഭവം. അതുപോലെ ഈ
RSSന് അസംതൃപ്തി ഉണ്ടായി കാണും. ചില സ്ഥാനാർത്ഥിയൊന്നും അവനത്ര ശരിയൊന്നുമല്ല, എനിക്ക് പറ്റില്ല. അല്ല, അങ്ങനെയല്ല, നമ്മളൊരു കോമൺ കോസിന് അവർ നിർത്തിയതല്ലേ BJP. ഈ ഒരു കാലത്തും RSS BJPയെ ചതിക്കുമെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് ഇങ്ങനെയാണ്, UP-കാർക്ക് അവർ they took it very lightly. Now you come to മധ്യപ്രദേശ്. 29 സീറ്റും കിട്ടിയല്ലോ. ആ മനുഷ്യന് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മുഖ്യമന്ത്രി 10-25 കൊല്ലം ഭരിച്ചു. ഒരു തവണ കയ്യിൽ നിന്ന് പോയി പുള്ളി തിരിച്ചു പിടിച്ചു. ഈ ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ട് ഈ കെയിം ബാക്ക്. ദിസ് ടൈം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതുപോലെ അധികാരത്തിൽ വന്നു. പക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ല. ആ മനുഷ്യൻ ഒരക്ഷരം മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. 8.25 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ജയിച്ചത്. ഈ ശിവരാജ് സിംഗ് ചൗഹാന്റെ സാമർഥ്യം ഒരു മനുഷ്യൻ ചർച്ച ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ. അരുണാചൽ പ്രദേശ്, മണിപ്പൂരിൽ നിന്ന് വളരെ അടുത്താണല്ലേ അരുണാചൽ പ്രദേശ്. മണിപ്പൂർ എന്ന് പറഞ്ഞ് കേരളത്തിൽ കിടന്ന് ബഹളം വയ്ക്കും. തൊട്ടടുത്ത അരുണാചൽ പ്രദേശിൽ, തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ 10-60 കിലോമീറ്ററുണ്ട്, അരുണാചൽ പ്രദേശ് തൂത്തുവാരി BJPയുടെ കയ്യിലായി. ഈസ് ഇറ്റ് നോട്ട് എ വിക്ടറി? ഒറീസ എത്ര വലിയ റിസ്ക് അവരെടുത്തത്. ഈ നവീൻ പട്നായിക്കുമായിട്ട് കാര്യമായ വഴക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. BJP വാൺ ദ സ്റ്റേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി വിത്ത് ദം. അതായിരുന്നു റൂട്ട് കോസ്. ബാക്കിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കോസാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒറീസയിലാണ് പ്രസംഗിക്കാൻ മോദി ഏറ്റവും അധികം വിഷമിച്ചത്. എങ്ങനെ ഒരു ജെന്റിൽമാനെ ആക്രമിക്കുക, നവീൻ പട്നായിക് പോലെ. നവീൻ പട്നായിക്കിനും ഈ പ്രശ്നം ഉണ്ടായിച്ച് മോദിക്കെതിരെ അയാൾ തല്ലിപ്പൊളിയാണെന്നൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ? ബിക്കോസ് they were friends till yesterday. അപ്പോൾ ഇന്ന് അവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയുന്നു നത്തിങ് ഡൂയിങ്, വി വാണ്ട് ഇറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, ടേക്ക് ഇറ്റ്. അവർ ദേ പ്രൂവ്ഡ് ഇറ്റ്. ഒറീസ അസംബ്ലിയിലും ലോക്സഭയിലും ഗംഭീര പ്രകടനം കാഴ്ച. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ ഭൂതക്കണ്ണാടിയും പിടിച്ച് നടക്കുകയാണ്. ഏതോ മലയാളം ചാനലിൽ പറയും, യോഗി പാലം വലിച്ചതാണ് കേട്ടോ നിങ്ങളെ. അങ്ങനെയാണോ? എന്നാൽ യോഗിയെ ചീത്ത വിളിക്കുക. RSSനെ ചീത്ത പറയും. ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല. ഈ എന്താ പറയുക, സാമാന്യത്തിൽ കവിഞ്ഞ സങ്കടം, സാമാന്യത്തിൽ കവിഞ്ഞ സന്തോഷം, ഇതൊക്കെ മനുഷ്യരുടെ മനസ്സ് നശിപ്പിക്കും. നമ്മളുടെ ഒരു ബാലൻസ് ഉള്ള ഒരു കാര്യത്തെ കാണാനുള്ള നമ്മളുടെ കപ്പാസിറ്റി, അതിനെ ഇത് നശിപ്പിക്കും. എക്സ്ട്രീം ഇമോഷൻസ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നത് എക്സ്ട്രീം ഇമോഷൻസ് ആണ്. ഈ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചില്ല എന്ന് കുറച്ച് പേര്. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ്. എന്നാൽ ഇത് നേരത്തെ പറയണ്ടേ? യു കുഡ് ഹാവ് ടോൾഡ് ഇറ്റ് 2 months back or 3 months back. അന്നൊന്നും ആരും ഉണ്ടായിരുന്നത് എന്താ? ഇപ്പൊ തോറ്റു കഴിഞ്ഞപ്പോൾ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇത് മാത്രം കൊണ്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. ശരി, 1-2 തവണ പറഞ്ഞു, അത് കഴിഞ്ഞു. ഇഫ് യു സ്പീക്ക് ബിഫോർ ദാറ്റ്, ഇത് ചെയ്യാം. ഇൻഫാക്ട് ഐ ഹാവ് പോയിന്റഡ് ഔട്ട് certain defects in my so many videos that ഇത് കോസ്റ്റ്ലി ആകും, this is mistake, this is mistake, this is mistake. അതിൽ നിന്ന് ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ദ നൂപുർ ശർമ്മ ഇൻസിഡൻറ്റ്. അതിനകത്ത് മോദി സറണ്ടർ ചെയ്തത് ഹിന്ദു സൊസൈറ്റിക്ക് അന്നും ഇന്നും ദഹിച്ചിട്ടില്ല. ഷി മേ ബി എ വെരി സ്മോൾ, യു കോൾ ഹർ ഫ്രിഞ്ച് എലമെന്റ് എന്നൊക്കെ പറഞ്ഞു. ഷി മേ ബി എ ഫ്രിഞ്ച് എലമെന്റ്, ബട്ട് ഷീ റെപ്രസെൻറ്റഡ് ദ ഹോൾ ഹിന്ദു സൈക്കി അറ്റ് ദാറ്റ് ടൈം. എന്നിട്ട് നിങ്ങൾ ഡിസോൺ ചെയ്ത് കളഞ്ഞു ആ സ്ത്രീയെ. ഇപ്പോഴും അവർക്ക് ഡെത്ത് ത്രെറ്റ് ഉണ്ട്. വാട്ട് എ ക്രൂവൽ തിങ് ടു ഡു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു മോദി വിൽ പേ എ പ്രൈസ് ഫോർ ദാറ്റ്. ജസ്റ്റ് ആസ് എൻ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ ഇൻസിഡൻറ്റിന് മുമ്പ് നിങ്ങൾക്ക് വാൺ ചെയ്യാം, ബട്ട് ഇൻസിഡൻറ്റിന് ശേഷം നിങ്ങൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ അത് കുറ്റപ്പെടുത്തലാണ്. ഗിവിങ് എ കോഷൻ, എ വാണിംഗ് ഈസ് ഡിഫറെൻറ്റ്. ബ്ലെയിമിങ് വെൻ സംബഡി ഈസ് ഇൻ ഒരു ബാക്ക് ഫുട്ടിൽ നിൽക്കുമ്പോൾ അയാളെ ഇങ്ങനെ കുത്തുന്നത് ശരിയല്ല. ദ തിങ് ഈസ് ഓവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെല്ലാം കുത്തുവാക്ക് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കണം. ഹി വാസ് അറ്റ് ദ ടോപ്പ്. ഓൺ ടോപ്പ് ഹി വാസ് ലോൺലി അറ്റ് ദ ടോപ്പ്. സോ ഹി ഹാസ് ടു
ബട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മറ്റേ ചെയ്തില്ല, മറിച്ച് ചെയ്തില്ല, ഇയാൾ പാലം വലിച്ചു, മറ്റേ ആൾ പുറകിൽ നിന്ന് കുത്തി, ഓൾ ദിസ് ഹംബഗ്. ഇപ്പോൾ UP-കാരനോട് പറഞ്ഞു, ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ ഠാക്കൂർ ബെൽറ്റിൽ ഒരു 10% നെഗറ്റീവ് സ്വിങ് BJPക്ക് ഉണ്ടായി. അപ്പോൾ യോഗി ആദിത്യനാഥ് ഹാപ്പൻസ് ടു ബി എ ഠാക്കൂർ, ഈ സന്യാസിയുടെ പൂർവാശ്രമം അന്വേഷിച്ചുകൂടാ, ബട്ട് അന്വേഷിച്ച് പോയാൽ ഹി ഈസ് ഓൾസോ എ ഠാക്കൂർ. അപ്പോൾ യോഗി പാരവിസ, ബിക്കോസ് ഠാക്കൂർ എല്ലാം പറഞ്ഞു കണ്ടില്ലേ, ആസ് ഇഫ് ഓൾ ഠാക്കൂർസ് ആർ ഇൻ ദ പോക്കറ്റ് ഓഫ് യോഗി. ദിസ് ഹാപ്പൻസ് സംടൈംസ്, കമ്മ്യൂണിറ്റീസ് ബിഹേവ് ഇൻ സ്ട്രേഞ്ച് മാനർ. ബട്ട് അതിന് ഒരാളിനെ റെസ്പോൺസിബിൾ ആക്കുക, എന്നിട്ട് അയാളാണ് ഈ തോൽവിക്ക് ഉത്തരവാദി എന്ന് വരുത്തുക. ഇത് മോദിയെ രക്ഷിക്കാനായിട്ടും കുറേ പേര് ചെയ്യും, മൊത്തം ശിക്ഷിക്കാനായിട്ടും ചെയ്യും. ഇത് ദീസ് പ്ലേ ഈസ് ബീങ്, ഈ എല്ലാ കളിയും മലയാള മാധ്യമങ്ങൾ കളിക്കും. മലയാള മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന മോദി അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു, രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നു, ഇങ്ങനൊരു ഇംപ്രഷൻ അല്ലേ അത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. സീറ്റ് വെച്ചിട്ട് ഇത്ര സെലിബ്രേഷൻ, ഭയങ്കര സെലിബ്രേഷൻ, 40 വെച്ചിട്ട് ഇവിടെ തുള്ളിച്ചാടുന്നു. ഇവിടെ നിങ്ങൾക്ക് NDAക്ക് ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ ഭരിക്കാൻ പോകുന്നു, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു, എന്നിട്ടും നിങ്ങൾ UP-യിലെ ഠാക്കൂർ വോട്ട് ചെയ്തു, രാജസ്ഥാനിലെ RSSകാരൻ മണ്ഡൽക്കാരി അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബാക്ക് ഫുട്ടിലാവുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമായ ഒരു നിരാശയാണ്. ഐ വാസ് ഓൾസോ ഡിസപ്പോയിന്റഡ്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞില്ലേ, ഫണ്ടമെന്റലി വെൻ വി സീ ദ സിനോറിയോ വി ആർ ഡിസപ്പോയിന്റഡ്. Patrika is disappointed, not only me, the whole Patrika team is disappointed. We admit that. Beyond that, അയ്യോ നശിച്ചേ പോയേ കരയുന്നു, അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. We have lot of things to our credit. ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നു ഒക്കെ ആയിട്ട്. സോ ഐ ഫീൽ ഈ നത്തിങ് ദാറ്റ് എല്ലാം നശിച്ചു എന്നുള്ളൊരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. എസ്പെഷ്യലി കേരളത്തിൽ ആദ്യമായിട്ട് താമര വിരിയുന്നത് നമ്മൾ ശരിക്കും ആഘോഷിക്കാൻ എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മൈൻഡ് നെഗറ്റീവിലാണ് നിൽക്കണം. അല്ല, അത് ആരാ എന്നോട്, ലക്ഷ്മി തന്നെ എന്നോട് പറഞ്ഞത്, ഈ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ തടവിൽ നമ്മൾ തന്നെ പെട്ടുപോവുക. അബ്കി ബാർ 400 പാർ. യു ടോൾഡ് മീ ദാറ്റ്, ഇല്ലേ? യെസ്, ഐ റിമെമ്പർ യു ടോൾഡ് മീ യെസ്റ്റർഡേ. നമ്മൾ തന്നെ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി, എന്നിട്ട് അത് സാധിച്ചില്ല എന്ന് നമ്മൾ തന്നെ ഡെസ്പാവുന്നു. ആ മുദ്രാവാക്യം ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. അത് സാധിക്കുമോ സാധിക്കില്ല എന്നൊക്കെ പിന്നെ നോക്കാന്നേ. തൽക്കാലം വി ഹാവ് ടു കീപ് ദ ഒരു അപ്ബീറ്റ് മൂഡിലെ ആൾക്കാരെ നിർത്താൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി 400 കിട്ടിയില്ലെങ്കിലും നമ്മൾ കുഴപ്പക്കാരാണെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ മാറി. ഇതൊക്കെയാണ് ഈ സൈക്കോളജിക്കലി ഇറ്റ് ഹാപ്പൻസ്. ഞാനതൊരു കുറ്റമായിട്ട് പറയുകയല്ല, ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ വാട്ട് മൈ റിക്വസ്റ്റ് ഈസ് ദാറ്റ് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ കരയുകയോ അന്യോന്യം പഴി പറയുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത്. അതൊന്നും നല്ലതല്ല. ഇറ്റ് വിൽ നോട്ട് ടേക്ക് യു എനിവെയർ. ചുമ്മാ കുറെ ബാഡ് ബ്ലഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതുകൊണ്ടാണ് ഞാൻ മധ്യപ്രദേശ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഐ ഹാവ് നോട്ട് സീൻ എനിബഡി സെലിബ്രേറ്റിംഗ് വിക്ടറി ഇൻ മധ്യപ്രദേശ്, എസ്പെഷ്യലി ശിവരാജ് സിംഗ് ചൗഹാൻ. സാധാരണ ഒരു മുഖ്യമന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ എത്രയൊക്കെ സന്യാസിയാണെന്ന് പറഞ്ഞാലും ഒന്ന് റിവോൾട്ട് ചെയ്യും. ബട്ട് ഹി ഡിഡ് നോട്ട്. എത്ര സീനിയറാണ് മനുഷ്യൻ. ഹി സീനിയർ ദാൻ മോദി ഇൻ ദ പാർട്ടി, ശിവരാജ് സിംഗ് ചൗഹാൻ. ബട്ട് ഓക്കെ, യങ് ജനറേഷൻ വരുന്നു, അയാൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഒരുപക്ഷെ ആ ഗ്രേസ് കാണിച്ചതിനാണ് 8.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ആ മനുഷ്യന് കൊടുത്തത് ജനങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ട് BJPക്ക്. എന്നിട്ടും BJP എന്തോ വലിയ കുഴപ്പം സംഭവിച്ചു എന്നുള്ള മട്ടിൽ. ശരിയാണ്, ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. നമ്മൾ 400 പ്രതീക്ഷിച്ചു, 300 പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. ഭരണമൊന്നും പോയിട്ടില്ലല്ലോ. ഇറ്റ് ഹാസ് നോട്ട് ഗോൺ ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ്. ഈ സമയത്താണല്ലോ അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിന് ധൈര്യം വെക്കേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ മോദിജിയും പ്രൊസീഡ് ചെയ്യുന്ന രീതി കണ്ടാൽ, കഴിഞ്ഞ ഇന്നലെ എടുത്ത സ്പീച്ചൊക്കെ എടുത്താലും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു, നമ്മുടെ ജനതാദൾ, നിതീഷ് കുമാർ, ഇതൊക്കെ എവിടെ ചെന്നെത്തും? എങ്ങും മര്യാദയ്ക്ക് നിന്നോളൂ എല്ലാവരും. മോദി ഈസ് എ ഗുഡ് മാനേജർ ഓൾസോ. ഈ
ആളുകൾ വിചാരിക്കുന്നത് മോദിക്ക് കോയലേഷൻ മാനേജ് ചെയ്യാൻ പറ്റുമോ? അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മോദിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാനേ പറ്റുള്ളൂ, മോദി ഏകാധിപതിയാണ്, ഫാസിസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആണി തറച്ച് മാധ്യമങ്ങൾ കയറ്റിയിട്ട് യു ഫീൽ ദാറ്റ് യുവർ ഓൺ ലീഡർ ഈസ് എ ക്രൂവൽ ഫാസിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് സോ. ഞാൻ പറയട്ടെ, ഇദ്ദേഹം ഇങ്ങനെ ഒരു കർക്കശ സ്വഭാവവും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ആളുമായിരുന്നെങ്കിൽ വിദേശങ്ങളിൽ ഇങ്ങർക്ക് അംഗീകാരം കിട്ടുമായിരുന്നു. അമേരിക്ക എന്തിനാണ് മോദിയുടെ മസിൽ പിടുത്തത്തിന് വഴങ്ങി കൊടുക്കുന്നത്? ജപ്പാൻ എന്തിനാണ് വഴങ്ങി കൊടുക്കുന്നത്? റഷ്യ എന്തിനാണ് വഴങ്ങി കൊടുക്കുന്നത്? സൗദി അറേബ്യ, UAE, ഇവിടെ അവിടെ പോയി മസിൽ പിടിച്ച് പോയി പണമക്കടന്ന് പറയാം അവർ എന്തിനാണ് മോദിയെ മൈൻഡ് ചെയ്യുന്നത്? ബട്ട് ദേ ആർ ഓൾ ഹിസ് ഫ്രണ്ട്സ്. സോ ഹീ നോ ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്. You see, he is the friend of Netanyahu. At the same time, he is the friend of Saudi Arabia and Egypt, even Lebanon. സിറിയ പിന്നെ ആ കൂടെ അലമ്പായി കിടക്കുന്നതുകൊണ്ടാണ്. അതർവൈസ് എവരി മുസ്ലിം ഫ്രണ്ട് ഈസ് എ ഫ്രണ്ട് ഓഫ് മോദി. ഇവിടെ മോദിയെ അറിയപ്പെടുന്നു മുസ്ലിം വിരുദ്ധൻ. UAE പോയിട്ട് അമ്പലം പണിയുന്ന ആള് മുസ്ലിം വിരുദ്ധനാണെന്ന് പറയും. ഹി ഹാസ് ക്രിയേറ്റഡ് ഗുഡ് വിൽ എവരിവെയർ. അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാമെങ്കിൽ അതിലും വലുതാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ. ആൻഡ് ഇഫ് ദേ ക്രിയേറ്റ് ട്രബിൾ, ഇറ്റ് വിൽ ഹാവ് സീരിയസ് കോൺസിക്വൻസസ്.